SK, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നത് എന്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തന്ത്രങ്ങൾ എന്നാണ്. പക്ഷെ 2020 ഇപ്പോൾ ചർച്ച വേറൊന്നാണ്. അതായത് അവരുടെ ഒരു ചർച്ച പഠിച്ചു. പെരുമ്പാവൂരിൽ അവരുടെ സ്ഥാനാർത്ഥി ലക്ഷ്മിപ്രിയ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. അപ്പൊ അവരുടെ ചർച്ച എന്താന്ന് വെച്ചാൽ ഇനി ഇവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കണോ? ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു തത്സമയം ഇത് തുടരുന്നു എന്നത് അങ്ങേയറ്റം അഭിമാനകരമായ കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം ഈ കാലത്ത് വല്ലാതെ മാറിയിരിക്കുകയാണ് എന്നത് നാം ഗൗരവമായി കാണണം. നമ്മുടെ എതിരാളികളായവർ നേരും നെറിയും ഉപേക്ഷിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. കാരണം നേരായ രീതിയിൽ LDFനെ എതിർക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ വക്രീകരിച്ച് അവതരിപ്പിക്കുക, ചില നുണകൾ ബോധപൂർവം സൃഷ്ടിക്കുക, അത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ നോക്കുക, പരസ്യമായി അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക, വീടുകളിൽ ചെന്ന് ആളുകളുടെ അടുത്ത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുക. നമ്മളെല്ലാവരും ഗീബൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗീബൽസിൻ്റെ സിദ്ധാന്തം നുണ ശക്തമായി പറയണം, സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കണം. അത് ആവർത്തിച്ച് പറഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കും. ധർമ്മടത്ത് നടന്ന LDF കൺവെൻഷൻ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തായാലും കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന കലക്കം മറിച്ചിലുകളെയും അതുപോലെ തന്നെ അടിയൊഴുക്കുകളെയും ഒക്കെ പരാമർശിക്കുന്ന രാഷ്ട്രീയ പ്രസംഗമാണ് മുഖ്യമന്ത്രിയോട് നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.